ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മാധ്യമത്തിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗം ഒരവസരം തന്നു. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നും നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സന്ധ്യയിൽ ആവശ്യമായ ദൈവിക ആലോചന നമുക്ക് നൽകുമാറാകട്ടെ. നമുക്ക് വളരെ വേഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും ചില ആലോചനകൾ ചിന്തിക്കാം എന്ന് വിചാരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം ഞാൻ ആമുഖമായി വായിക്കും. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകവും, അങ്ങനെ 2 കൃതികളാണ് ദൈവദാസനായിരിക്കുന്ന ലൂക്കോസിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര വായിച്ചാലും മതിയാകാത്ത നിലയിൽ ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പുസ്തകങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ. ആമുഖമായി വളരെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് പത്രോസിന്റെ ജീവിതത്തിലെ ആത്മീയ അനുഗ്രഹത്തിന്റെ 6 പടികളാണ്. പത്രോസിന്റെ ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹത്തിന് നിദാനമായ 6 പടികൾ നമ്മൾ ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ്. 3-ാമത്തെ വാക്യം അവിടെ എന്താണ് വായിക്കുന്നത്? ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ സൂം മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ വാക്യങ്ങളും അങ്ങനെ എടുത്ത് വായിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ അത് പറഞ്ഞ് വിടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഇവിടുത്തെ പ്രസ്താവ്യം എന്ന് പറയുന്നത് പത്രോസിനെയും കൂട്ടരെയും കുറിച്ചാണ്. നമുക്കറിയാം, ഈ പത്രോസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് വരികയാണ്. പത്രോസിന്റെ ആദ്യത്തെ പേര് നമുക്കറിയാം, ശീമോൻ എന്നാണ്. ശീമോൻ എന്ന പേരിനർത്ഥം വിവിധ നിലകളിൽ നമുക്ക് വേദപുസ്തകത്തിന്റെ കമന്റുകളിൽ വായിക്കാനായിട്ട് സാധിക്കും. ബലഹീനൻ എന്നും മണൽത്തരി എന്നും ഒക്കെ ശീമോൻ എന്ന പദത്തിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവാണ് ശീമോന് പത്രോസ് എന്ന പേര് നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ശേഷം, അഥവാ അന്ത്രയോസ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പത്രോസിനെ ആനയിച്ചതിന് ശേഷം, ഈ പേരുമാറ്റമൊക്കെ സംഭവിച്ചതിന് ശേഷം പത്രോസ് വീണ്ടും പഴയ പണിക്ക് പോയതായിട്ട് നമുക്ക് കാണാം. പഴയ വള്ളവും വലയും എടുത്തുകൊണ്ട് ആ ഗലീല കടലിലെ ആ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങി അവന്റെ പഴയ തൊഴിൽ വീണ്ടും അവൻ ഏർപ്പെടുകയാണ്. അവൻ ആ തൊഴിൽ ചെയ്തു വരികയാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, കർത്താവിന്റെ കണ്ണെന്ന് പറയുന്നത് പത്രോസിന്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് 2-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് എങ്ങനെയാണ്? 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. സകലവും അറിയുന്ന നമ്മുടെ കർത്താവിന്റെ അരികിലേക്ക് ഒരിക്കൽ അടുത്തു വന്ന പത്രോസ്
അതെ, തന്നെ വിട്ടുപോയപ്പോൾ വീണ്ടും ആ സ്നേഹ കരം നീട്ടി കർത്താവ് അവനെ വിളിക്കുക, കർത്താവ് അവനെ കാണുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇവിടെ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, പത്രോസിന്റെയും കൂട്ടാളികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. പത്രോസിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതെങ്ങനെയാണ്? ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. അവൻ വല കഴുകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉത്സാഹമുള്ള പത്രോസിനെയാണ് നമ്മൾ അവിടെ വീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഈ മുപ്പന്മാരായിരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ പ്രകാര ഭാഗത്തേക്ക് വായിക്കുമ്പോ, അതായത് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 4-5 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ കർത്താവിനോട് അവർ പറയുന്നത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കണ്ടോ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസ് ഒട്ടും നിരാശനായില്ല. ഒട്ടും നിരാശനാകാതെ ഉത്സാഹത്തോടുകൂടെ അവൻ പിന്നെയും ആ തൊഴിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പലരും നിരാശയിൽ നിബന്ധിച്ചിരിക്കുക. ദൈവമക്കൾ എന്ന് പറയുന്ന പലരും നിരാശയിൽ നിബന്ധിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 123 4-ാം വാക്യത്തിൽ ഭക്തൻ പറയുന്നത്, ഞങ്ങളുടെ മനസ്സ് ഏറ്റവും മടുത്തിരിക്കുന്നു എന്ന് പറയുക. നോക്കണേ, ദൈവത്തോട് അടുത്ത് ജീവിക്കേണ്ട ആളുകൾ, കർത്താവിന്റെ അടുക്കൽ വന്ന ആളുകൾ മനസ്സ് മടുത്തിരിക്കുക, ക്ഷീണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട് ക്ഷീണം സ്വാഭാവികമാണ്. എവിടെയെല്ലാം നമ്മൾ ക്ഷീണിക്കാൻ സാധ്യതയുള്ള 3 കാര്യം ഞാൻ ഇതിനോട് ബന്ധപ്പെട്ടത് സൂചിപ്പിച്ച ആ ഭാഗം വിടുകയാണ്. പത്രോസ് വല കഴുകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും നിരാശയില്ലാതെ അവൻ തന്റെ തൊഴിൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഒന്നും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസ് പിന്നെയും വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോഴാണ് സാധാരണ മടുപ്പ് തോന്നുന്നത്? ഞാൻ 3 കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടെന്ന് സൂചിപ്പിക്കട്ടെ. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരുമെന്ന് കാണുകയാണ്. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരുമെന്ന് വായിക്കുക. കണ്ടോ, നടപ്പിൽ എന്ന് പറഞ്ഞാൽ നടപ്പ് സൂചിപ്പിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തെയാണ്. പലപ്പോഴും നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മടുപ്പ് തോന്നാൻ സ്വാഭാവികമായിട്ടും സാധ്യതയുണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന ഭക്തൻ നമുക്കറിയാം, ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി മതി യഹോവേ എന്ന് അദ്ദേഹം പറയുകയാണ്, ദേവദാസൻ പറയുകയാണ്, മടുപ്പ് തോന്നുകയാണ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ മടുത്തു പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥനയിലും മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. കണ്ടോ, നമ്മുടെ നടപ്പിൽ മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്, പ്രാർത്ഥനയിൽ ഒരുപക്ഷെ മടുപ്പ് തോന്നുവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതിന്റെ മധ്യത്തിൽ കർത്താവ് നമ്മളെ കാണുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പ്രാർത്ഥനയിലും നമുക്ക് മടുപ്പ് തോന്നാതെ പ്രത്യുത ഉത്സാഹമുള്ളവരായിരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നടപ്പിൽ മടുപ്പ് തോന്നാം, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോ എന്താണ് അവിടെ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. കണ്ടോ, അവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ മാനസികമായി നമ്മെ മടുപ്പിക്കുന്ന പലതും കണ്ടു, കേട്ടു, അറിഞ്ഞു എന്ന് വരാം. എന്നാൽ ആസാഫ് പറഞ്ഞതുപോലെ അവൻ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമ്മെ പിടിച്ചിരിക്കുന്നു, നമ്മെ അറിഞ്ഞിരിക്കുന്നു, നമ്മെ കണ്ടിരിക്കുന്നു. ആ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. അതാണ് പത്രോസിനെ ഭരിച്ചത്. അവനെ കർത്താവ് കണ്ടതായി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു. പത്രോസിന്റെ പടക് നമ്മുടെ കർത്താവ് കണ്ടതായി വായിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, പത്രോസിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്
അവൻ ഉത്സാഹമുള്ളവനായിരുന്നു എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. അടുത്തത്, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞത് ഭൗതികമായി സമ്പത്തുണ്ടാക്കുന്ന കാര്യമല്ല. ആത്മീകമായി നമ്മൾ സമ്പന്നരായി തീരണമെങ്കിൽ, ക്രിസ്തുവെന്ന തലയോളം നമ്മൾ വളരണമെങ്കിൽ ഉത്സാഹം കൂടിയേ തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പത്രോസിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, പടി എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിരിക്കുക. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. സ്തോത്രം. പത്രോസിന്റെ സമർപ്പണം നമ്മളൊന്ന് നോക്കിയാൽ ഈ ഭാഗത്ത് വായിക്കുന്നത്, യേശു പത്രോസിന്റെ പടകിൽ കയറി എന്ന് വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പത്രോസ് ഒരു സമർപ്പിതനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തന്റെ പടക് യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ, തനിക്കുള്ളത് യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ അദ്ദേഹം സദാ ഒരുക്കമുള്ളവനായിരുന്നു. പത്രോസ് പടക് യേശുവിന് വിട്ടുകൊടുത്തതിന്റെ ഫലമായി, യേശുവിന് ഈ പടകിലേറുവാൻ അവസരം കൊടുത്തത് വഴി, തനിക്ക് ഭൗതികമായുള്ള തന്റെ ആശ്രയമായിരിക്കുന്ന പടക് ഈ ദൈവദാസൻ കർത്താവിന് കൊടുക്കുക വഴി എന്താ സംഭവിച്ചെന്നറിയുമോ? 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ശീമോനുള്ളതായ പടകിൽ അവൻ ഇരുന്ന്, 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. കണ്ടോ? 1-ാം അധ്യായം നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ഗനസേരെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയില്ലെന്നാണ് വായിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന് തന്റെ പടക് കൊടുക്കുക വഴി, യേശുക്രിസ്തുവിന് ഇരിക്കുവാൻ തന്റെ പടക് അനുവദിക്കുക വഴി, സമർപ്പണം ചെയ്യുക വഴി എന്താ സംഭവിച്ചെന്നറിയുമോ? അനേകർ യേശു കർത്താവിന്റെ ഉപദേശം കേൾക്കുവാനിടയായി തീർന്നു. മാത്രമല്ല 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പത്രോസിന്റെ പടക് യേശുക്രിസ്തുവിന് സമർപ്പിച്ചത് വഴി എന്താ സംഭവിച്ചത്? യേശുവിന് ഇരിക്കുവാൻ അനുവാദം കൊടുത്തത് വഴി 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, പെരുത്ത മീൻ കൂട്ടം അകപ്പെട്ടെന്ന് വായിക്കുകയാണ്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമർപ്പണമുള്ള ജീവിതമുണ്ടെങ്കിൽ, യേശുവിനായി സമർപ്പിക്കുവാൻ നമ്മൾ മനസ്സുള്ളവരാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? മറ്റുള്ളവർക്കും നന്മ ഉണ്ടാകും. അതിലൂടെ വായിക്കുന്നത്, പുരുഷാരത്തിന് ഉപദേശം ലഭിച്ചു. മാത്രമല്ല, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വന്തമായി നന്മ അനുഭവിക്കും. സ്വന്തമായി അനുഭവിക്കുന്നു പോരാ, മറ്റുള്ളവരും കൂടെ നന്മ അനുഭവിക്കുക. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മളൊരു ബാലനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ബാലകൻ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണം കേട്ട് വളരെ ശ്രദ്ധയോടുകൂടെ ബാലനിരിക്കുക. 3 നാളായി യേശുക്രിസ്തുവിന്റെ കൂടെ ഇരുന്ന ആളുകളുടെ വിശപ്പിന്റെ വിളിയറിഞ്ഞ കർത്താവ് പറയുക, ഇവർക്ക് തിന്മാൻ കൊടുക്കണം. അപ്പൊ ശിഷ്യന്മാരൊക്കെ നമുക്കറിയാം, ഫിലിപ്പോസൊക്കെ വളരെ കണക്കിന് വിദഗ്ധനാണ്. 200 പണത്തിന് പോലും അപ്പം മതിയാകില്ലെന്ന് പറയുക. എന്നാൽ അന്ത്രയോസ് ഓടിച്ചെന്ന് ഒരു ബാലകനെ കണ്ടുപിടിക്കുക. ആ ബാലകൻ എന്താ ചെയ്തത്? അവന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും യേശുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. കണ്ടോ? യേശുവിന് കൊടുത്താൽ, യേശുവിന് വേണ്ടി നമുക്കുള്ള സമർപ്പിച്ചാൽ എന്ത് സംഭവിക്കും അറിയുമോ? അനേകരുടെ ആ നന്മയ്ക്ക് അത് ഇടയായിത്തീരും. നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തുമായുള്ള പോരാട്ടത്തിന് പോകുമ്പോൾ തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ലുകൾ എടുത്തതായി ശമൂവേൽ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ലുകളാണ് എടുത്തത്. 5 കല്ലുകൾ കേട്ടോ. 5 കല്ലുകൾ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് ആ ഇസ്രായേലിന്റെ നന്മയ്ക്ക് അനുഗ്രഹമായി തീർന്നത് പോലെ യേശുക്രിസ്തുവിനെ നമുക്കുള്ള നാം സമർപ്പിച്ചാൽ, യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? അനേകരുടെ നന്മയ്ക്കിടയായി തീരും. പലപ്പോഴും നമ്മൾ ഇവിടെ സ്വാർത്ഥരായി തീരുകയാണ്. നമുക്കുള്ള നമ്മൾ സ്വയം അനുഭവിക്കുകയാണ്. മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട്
ആ നന്മ അനുഭവിക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ പത്രോസിന്റെ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ പടി അവന്റെ ഉത്സാഹമാണെങ്കിൽ, രണ്ടാമത്തെ പടി അവൻ സമർപ്പിതനായിരുന്നു. ഈ വാസ് എ ഡെഡിക്കേറ്റഡ് മാൻ. അവൻ സമർപ്പിതനായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിനാണ്. പത്രോസ് അനുഗ്രഹിക്കപ്പെട്ടതിന്റെ മൂന്നാമത്തെ കാരണം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ്. എന്താണ് വായിക്കുന്നത്? 5-ാം വാക്യത്തിന്റെ മധ്യഭാഗം ഞാൻ ആദ്യം മുതൽ ആ വാക്ക് വായിക്കണം. 5-ാം വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കണ്ടോ, ഞാന് പത്രോസിന് ഒരു പേര് കൊടുക്കുകയാണ്. പത്രോസെ, താങ്കൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു? താങ്കളുടെ ആത്മീയ ജീവിതത്തിൽ, താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹം പറയും, ഞാന് എന്റെ ദയനീയത സംബന്ധിച്ചവനായിരുന്നു. പത്രോസ് പറയുന്നത് ഒന്നും കിട്ടിയില്ല എന്നാണ്. ഈ പത്രോസിനെയും യോഹന്നാനെയും കുറിച്ച് ചില പരിഭാഷകൾ വായിക്കുന്നത് അവർ മീൻപിടുത്തക്കാരായിരുന്നു മാത്രമല്ല, അവർ കമേഴ്സ്യൽ ഫിഷർമാൻ എന്നാണ് വായിക്കുന്നത്. പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി വരുമാനം നേടിക്കൊടുക്കുന്ന ഉന്നതരായിരിക്കുന്ന മീൻപിടുത്തക്കാരായിരുന്നു പത്രോസും യോഹന്നാനും ഒക്കെ. ഗലീല കടലിന്റെ ആഴമറിയാവുന്ന, എവിടെയാണ് മീൻ കിട്ടുന്നത് വളരെ വ്യക്തമായി അറിയാവുന്ന, എവിടെയാണ് മീൻകൂട്ടം, അത് ആ നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവനത്തിനുള്ള നേടുവാൻ സാധിക്കുകയെന്ന് അവകാശമുള്ള പത്രോസ് പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്റെ മനസ്സിന് വല്ലാതെ മതിച്ചൊരു ഭാഗമാണിത്. പത്രോസ് തന്റെ ഇല്ലായ്മ, ദയനീയത തുറന്നു പറയുകയാണ്. ഇന്ന് പലരും നമുക്കുള്ളൊരു പരാജയം എന്താ പറയുന്നു? ഉള്ളത് പറയുവാൻ നമുക്ക് മടിയാണ്. ദയനീയത വെളിപ്പെടുത്താൻ നമുക്ക് മടിയാണ്. നമുക്കറിയാം, രാജാക്കന്മാരെ പുസ്തകം വായിക്കുമ്പോ ആ വിധവയുടെ അടുക്കലേക്ക് ഏലിയാവിനെ ദൈവം അയച്ചപ്പോൾ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വിധവ അവളുടെ ഉള്ള അവസ്ഥ വെളിപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയുമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഉള്ളത് തുറന്ന് സമ്മതിക്കുക. നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എല്ലാം അറിയുന്നവനല്ലേ നമ്മുടെ കർത്താവ്? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നിലവുകളെല്ലാം അറിയുന്നവനല്ലേ കർത്താവ്? ആ കർത്താവിന്റെ മുൻപിൽ പത്രോസ് തുറന്ന് സമ്മതിക്കുന്നു, എന്റെ കയ്യിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന്. എന്റെ പ്രിയമുള്ളവരെ, പത്രോസിന് അറിവുണ്ടായിരിക്കാം, പത്രോസിന് ജ്ഞാനമുണ്ടായിരിക്കാം, പക്ഷേ സർവജ്ഞാനിയായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുൻപിൽ പത്രോസ് അടിയറു പറയുകയാണ്, അതാ ഞങ്ങൾക്ക് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾ ചുമ്മാ അധ്വാനിച്ചതാണ്, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ അധ്വാനങ്ങൾക്ക് പ്രതിഫലമുണ്ടാകാത്തത്, ഫലമുണ്ടാകാത്ത കാരണമെന്ന് പറയുന്നത്, യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എന്നെ കൂടാതെ എന്നെ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ യാത്രകൾ, നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം എല്ലാം യേശുക്രിസ്തുവിനെ കൂടാതെ ഉള്ളതാണ്. അതുകൊണ്ട് നന്മ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് തുറന്നു സമ്മതിക്കാം, കർത്താവേ, ഞാൻ നിസ്സഹായനാണ്. പലരും വെറുതെ വീമ്പിളക്കുന്നവരാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. അവിടെ ലവോദിക്ക സഭയോട് കാന്തൻ പറയുന്ന ഒരു വാക്ക് എങ്ങനെയാണ്? ലവോദിക്ക സഭയോട് അവർ പറയുന്നത്, ഈ സഭാകാന്തന് എല്ലാം അറിയാം, കർത്താവിന് എല്ലാം അറിയാമല്ലോ. കർത്താവ് പറയുന്നത്, അവരുടെ വാക്കായിട്ട് കർത്താവ് പറയാണ്, ഞാൻ ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കേട്ടോ, ഈ സഭ പറയാണ്, ഞാൻ ധനവാനായിരിക്കുകയാണ്, ഞാന് സമ്പന്നനായിരിക്കുകയാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൃദയം അറിയുന്ന, സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്ന സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ, കർത്താവിന്റെ മുൻപിൽ ഈ വാദഗതി അവർ ഉന്നയിച്ചപ്പോൾ കർത്താവ് പറയുന്നത്, നീ നിർഭാഗ്യനും, കേട്ടോ,
നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കുകയാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ദയനീയത നമ്മൾ പലപ്പോഴും പറയുന്നില്ല. ഗലീല കടലിന്റെ ആഴമറിയാവുന്ന പരപ്പറിയാവുന്ന പത്രോസ് രാത്രി ഇവിടെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ എല്ലാം അറിയുന്ന കർത്താവിന്റെ മുൻപാകെ തുറന്ന് സമ്മതിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊടിച്ചു പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോ പത്രോസിന്റെ ആത്മജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് അവൻ ദയനീയത, അവൻ തുറന്ന് സമ്മതിക്കുന്ന അനുഭവമാണ്. ഈ വാസ അവന്റെ ഒന്നുമില്ലായ്മ അവൻ തുറന്ന് സമ്മതിക്കുക. നാലാമത്തെ ഭാഗത്തേക്ക് വരിക. പത്രോസേ, താങ്കൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ നാലാമത്തെ ഉത്തരം, അനുഗ്രഹത്തിന്റെ പടിയുടെ നാലാമത്തെ ഭാഗം, അഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗം, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അത് വായിക്കുന്നത്, ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് പത്രോസ് പറയുന്നത്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കേട്ടോ, സംഗതി എന്റെ അധ്വാനത്താൽ എനിക്ക് ഒന്നും ലഭിച്ചില്ല, അത് 100% ശരിയാണ്. എന്നാൽ ഞാൻ കർത്താവെ പരിമിതിയുള്ളവരാണ്. ഞാൻ എനിക്ക് എന്റെ ദൈനീയത തുറന്ന് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അങ്ങ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് അങ്ങ് പറഞ്ഞ ആ വാക്കിന് ഞാൻ വലയിറക്കാം. സ്തോത്രം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണത്. അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. പത്രോസ് കർത്താവിന്റെ വാക്ക് അനുസരിക്കുകയാണ്. നാലാമത്തെ പടി എന്ന് പറയുന്നത് പത്രോസിന്റെ അനുസരണമാണ്. ഈ വാസ് ഒബീഡിയന്റ്. പത്രോസ് അനുസരിക്കുന്നവനാണ്. ഗുരു എന്ത് പറഞ്ഞാലും, കർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കുവാൻ പത്രോസ് റെഡിയാണ്. നമ്മുടെ പരാജയം എന്താണെന്ന് പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും അനുസരിച്ചു എന്നുള്ള ഭാവന നടക്കുകയാണ്. പണ്ട് ശൗല് പറഞ്ഞതുപോലെ, ഇസ്രായേൽ 1ാമത്തെ രാജാവായിരുന്ന ശൗലിനോട് അമാലേക്യരെ ഉന്മൂലനം ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ കടന്നു വരുന്ന സമയത്ത് കാളകളുടെ മുക്കുറിയൊക്കെ കേൾക്കുകയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഭാഗികമായി അനുസരിക്കുന്നവരാണ്. എന്നാൽ പത്രോസ് ഇതിനൊരു അപവാദമാണ്. കർത്താവ് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ പറഞ്ഞപ്പോൾ ആ വാക്കിന് വലയിറക്കിയാണ് പത്രോസ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന്റെ വാക്കിന് വില കൊടുത്താൽ, കർത്താവിനെ അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? അനുഗ്രഹം നമ്മുടെ മുൻപിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുന്നത്, അവർ അങ്ങനെ ചെയ്തപ്പോൾ കർത്താവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ, അഥവാ അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, ഒരാൾ വല കീറാറായി. ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ വാക്ക് അനുസരിക്കുന്നത് അനുഗ്രഹത്തിന് നിദാനമല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പൂർണ്ണമായും അവിടുന്ന് അനുസരിച്ചു? ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത്, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. കേട്ടോ, അനുസരിക്കുക, അവിടെയാണ് അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നത്. രാത്രി ഞാൻ പറയട്ടെ, പത്രോസിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ 4-ാമത്തെ പടി എന്ന് പറയുന്നത് അനുസരണമുള്ള ഒരു ദൈവദാസനായിരുന്നു, അനുസരണമുള്ള ഒരു ദൈവവൃത്തിനായിരുന്നു പത്രോസ് എന്നുള്ളതാണ്. 5-ാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. പത്രോസിന്റെ ജീവിതത്തിലെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള 5-ാമത്തെ പടി എന്ന് പറയുന്നത് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ തിരുത്ത് മീൻകൂട്ടമൊക്കെ അകപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? 7-ാമത്തെ വാക്യം. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അല്പം മാറി തങ്ങളുടെ സഹപ്രവർത്തകർ കൂട്ടാളികളായിരിക്കുന്ന യാക്കോബ് യോഹന്നാനുമായിരിക്കാം അവരെ മാടി വിളിക്കുകയാണ്. എന്തിനാണെന്ന് അറിയുമ്പോ
ഞാൻ അതിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കുകയാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് നൽകിയ ഒരു ആലോചന പറയട്ടെ. അവരെ മാടി വിളിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാസ് ഫെല്ലോഷിപ്പ് മാൻ, കൂട്ടായ്മയുള്ള മനുഷ്യനാണ് പത്രോസ് എന്ന് പറഞ്ഞാൽ തനിക്ക് ലഭിച്ചത് സ്വന്തമായി അനുഭവിക്കുകയല്ല, അത് പങ്കുവെക്കുന്ന അനുഭവത്തിലേക്ക് പത്രോസ് വരിക. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നത് എനിക്കുള്ളതെല്ലാം എൻ്റെ, അങ്ങനെയാ പലപ്പോഴും നമ്മുടെ ചിന്ത. എനിക്കുള്ളതെല്ലാം എന്റേത് പോരാ. വിശ്വാസികൾ പങ്കുവെക്കുവാൻ പഠിക്കണം. തന്റെ വല കീറാറായപ്പോൾ യേശുക്രിസ്തു തനിക്ക് പെരുത്ത് മീൻകൂട്ടം നൽകിയപ്പോൾ അടുത്ത പടകിലുള്ള തന്റെ കൂട്ടാളികളെ പത്രോസ് മാടി വിളിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് അവരെ മാടി വിളിക്കുകയാണ്. എന്റെ പ്രിയരെ, രാത്രി ഞാൻ പറയട്ടെ, ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയ ഭൗതിക നന്മകൾ പങ്കുവയ്ക്കുവാൻ, കൂട്ടായ്മയുടെ സുഗന്ധം പരത്തുവാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. ധന്യനായിരിക്കുന്ന പൗലോസ് വിശ്വവിഖ്യാതമായിരിക്കുന്ന റോമാലേഖനം ചമയ്ക്കുമ്പോൾ അതിന്റെ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. പ്രായോഗിക ജീവിതമാണ് 12-ാം അധ്യായത്തിലെ പ്രതിവാദി വിഷയം റോമാലേഖനം. ആ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. കേട്ടോ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. ഇവിടെ ദൈവദാസൻ പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോവുകയാണ്. അദ്ദേഹം ലുദിയായെ കുറിച്ച് പ്രസംഗിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങാണ്, അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ലുദിയായെ കുറിച്ച് പ്രസംഗിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യേശുക്രിസ്തുവിന് വേണ്ടി ആദ്യം അവൾ ചെയ്തത് തന്റെ ഹൃദയം തുറന്നു. ഹൃദയം തുറന്നു. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. യേശുവിന് വേണ്ടി ഹൃദയം തുറന്ന ലുദിയ 16-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അപ്പസ്തോലന്മാരെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എന്നെ ക്രിസ്തുവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ ഭവനത്തിൽ വന്ന് പാർക്ക എന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ലുദിയ ഹൃദയം തുറന്നപ്പോൾ അവളുടെ ഭവനമോ ക്രിസ്തുവിനെ തുറക്കുകയാണ്. ഹാർട്ട് തുറന്നു, ഹൗസ് തുറന്നു. അടുത്ത ദേവദാസൻ പറഞ്ഞ വാചകം എനിക്ക് അത് ഇങ്ങനെയാണ് കേട്ടത്. അദ്ദേഹം പറഞ്ഞത്, ഹാർട്ട് തുറന്ന ലുദിയ, ഹൗസ് തുറന്ന ലുദിയ അവളുടെ പേഴ്സ് കർത്താവിന് വേണ്ടി തുറക്കുകയാണ്. മനസ്സിലായോ? കൂട്ടായ്മയുടെ അനുഭവം, പങ്കുവയ്ക്കൽ അനുഭവം. അടുത്ത പടകിലുള്ളവരെ മാടി വിളിക്കുകയാണ്. എനിക്ക് ലഭിച്ച നന്മ നിങ്ങൾക്കും കൂടെയാണ്, ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂട്ടാളികളെ പത്രോസ് മാടി വിളിക്കുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുത്തുകാരൻ പറയുന്നത് 2 കാര്യങ്ങൾ നമ്മൾ മറക്കരുത് എന്നാണ്. നമ്മൾ മറയുള്ള ആളുകളാണ്. അപ്പോ 2 കാര്യം മറന്നു പോകരുതെന്ന് എബ്രായ ലേഖന കർത്താവ് അനുവാചകരെ ഉദ്ബോധിപ്പിക്കുന്നു. ഏതൊക്കെയാണ്? 13-ാം അധ്യായം, എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്താ വായിക്കുന്നത്? നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. കണ്ടോ, തിരുവെഴുത്ത് പരിശോധിച്ചാൽ ആത്മീയ യാഗങ്ങളെ കുറിച്ച് കാണാം. പഴയ നിയമത്തെ ആളുകൾ പരിശോധിച്ചാൽ കോടിക്കണക്കിന് അത് യാഗമൃഗങ്ങൾ യാഗപീഠത്തിൽ എരിഞ്ഞടങ്ങിയതായി കാണാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീയ യാഗങ്ങളെ കുറിച്ച് ദൈവദാസന്മാർ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിനല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഞാനിങ്ങനെ അല്പം ആവേശത്തോടെയൊക്കെ പറയുന്നത് ദൈവാത്മാവിന്റെ ആ ഒരു ദൈവാത്മാവിനെ ഹേമിക്കുന്നതുകൊണ്ടാണ്. അപ്പോ പത്രോസിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ 5-ാമത്തെ പടി എന്ന് പറയുന്നത് അവരെ മാടി വിളിച്ചു, അഥവാ അവൻ കൂട്ടായ്മ മനോഭാവമുള്ളവനായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 6-ാമത്തെ പടി, പത്രോസിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ 6-ാമത്തെ പടി 8-ാമത്തെ വാക്യത്തിൽ, 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. എന്നെ വിട്ടു പോകണമേ. എന്തായിരിക്കാം പത്രോസ് അങ്ങനെ പറഞ്ഞത്? ഇത്രയും സമയം
കർത്താവിന്റെ വാക്ക് കേട്ട് വലയിറക്കി അനുഗ്രഹം ലഭിച്ച ഈ പത്രോസ് ഇപ്പോൾ പറയുന്നത്, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടു പോകണം. ഒരിക്കലും ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പത്രോസിനെ തെറ്റിദ്ധരിക്കരുത്. നന്മകൾ അനുഭവിച്ച ശേഷം അവൻ യേശുവുമായി അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. എന്താ അവിടെ വെളിപ്പെടുത്തുന്നത്? പത്രോസ് തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനൊരു കുറ്റസമ്മതം നടത്തുകയാണ്. ഈ വാസ് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ അവൻ അനുതാപ ഹൃദയമുള്ളവനാണ്. അവൻ സ്വയം സമ്മതിക്കുന്നത്, യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്, അങ്ങ് പരിശുദ്ധനാണ്. അവൻ ഒരു ആത്മീയ നിലപാടെടുക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധിക്ക് മുൻപിൽ ഞാൻ ഒന്നുമല്ല എന്ന് ഈ മുഖ്യനായിരിക്കുന്ന പത്രോസ് തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. നമുക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയം എന്താണെന്നറിയുമോ? പാപങ്ങൾ മൂടിവെക്കുക, ലംഘനങ്ങൾ മൂടിവെക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന നമുക്കറിയാം, രക്ഷയുടെ അനുഭവം ത്രികാല അനുഭവത്തിലാണ് നമ്മൾ രക്ഷാതത്വശാസ്ത്രത്തിൽ പഠിക്കുന്നത്. ത്രികാല അനുഭവം. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വർത്തമാനകാല അനുഭവം. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ആത്മരക്ഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഭൂതകാല പ്രയോഗം. ഇനി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വർത്തമാനകാല ജീവിതമാണ്. ഇനി രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാലോ ഭാവികാല രക്ഷയാണ്. അത് രക്ഷാതത്വശാസ്ത്രമല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം പറഞ്ഞു വിടുകയാണ്. അപ്പോ ഈ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ, പ്രായോഗിക ജീവിതം നമ്മൾ ഈ മരുഭൂമിയിൽ നടത്തുമ്പോൾ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യത ഉണ്ട്. ഒരിക്കൽ ഒരു സഭയിൽ ഒരു ദൈവദാസൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഈ സഭയിൽ ഇതുവരെ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ക്ലാസ് എടുക്കുന്ന ആള് പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയുമോ? കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പച്ചൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഒരുപക്ഷെ ശരി നല്ല രീതിയിൽ ചെവി കേൾക്കാൻ പറ്റാഞ്ഞുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രക്ഷിക്കപ്പെട്ട ശേഷം ഏതെങ്കിലും അത് ചെറിയ തെറ്റുകളകപ്പെടത്തോ കാണുകയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ അസത്യവാദിയാക്കിയാണ്. യോഹന്നാന്റെ ലേഖനം നമ്മളത് വായിക്കണം. അപ്പോ വേദപുസ്തകം നമ്മൾ പറയുന്നത് സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത് അത് ഒരു അടിവരേണ്ട ഒരു വാക്യമാണ്. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ ഒരിക്കലും ശുഭം വരികയില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അടുത്ത് യോഹന്നാന്റെ ലേഖനം നമ്മൾ നോക്കുക. ഈ ലേഖനങ്ങൾ വിശ്വാസികൾക്ക് എഴുതിയിട്ടുള്ളതാണ്. അപ്പസ്തലന്മാർ എഴുതിയിരിക്കുന്നത്, ദൈവിക ആലോചന പ്രാപിച്ച് എഴുതിയിരിക്കുന്നത് ദൈവസഭയ്ക്കാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ എന്താണ് വായിക്കുന്നത്? യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ എന്താണ് വായിക്കുന്നത്? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അതോ നമുക്ക് പാപമില്ല എന്ന് ഞാനും നിങ്ങളും ഒക്കെ, നമുക്ക് പാപമില്ല പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നത് മാത്രമല്ല, സത്യം നമ്മിൽ ഇല്ലാതെയായി. എന്നിട്ട് യോഹന്നാൻ എഴുത്തുകാരൻ യേശുവിന്റെ മാറോട് ചാരിക്കിടന്ന യോഹന്നാൻ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ, കേട്ടോ ആ പ്രയോഗം ശ്രദ്ധിച്ചേ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മൾ പലപ്പോഴും ഈ വാക്യം വിശേഷം പറയുമ്പോ നമ്മള് പബ്ലിക്കിനോട് പറയാറുണ്ട്, ശരിയാണ്, കർത്താവ് പാപം ക്ഷമിക്കുന്നവരുടെ. എന്നാൽ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ദൈവസഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. അവിടെയാണ് യോഹന്നാൻ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്.
പത്രോസിന്റെ ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ 6ാമത്തെ പടി എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ കുറ്റസമ്മതം നടത്തുന്നവനായി, അനുതാപ ഹൃദയമുള്ളവനായിരുന്നു. ഒന്ന് രാത്രിയിൽ ഈ ചെറിയ ചിന്ത ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ദൈവവചനം ഒരു കണ്ണാടിയാണ്. ഇന്ന് രാത്രിയിൽ ഈ കണ്ണാടിയ ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ നോക്കുവാൻ ദൈവം നമുക്കിടയായി തീരണം. ഒരു സംഭവം, ഒരു കഥ പറഞ്ഞാൽ നിർത്തുകയാണ്. ഒരിക്കൽ ഒരു ആഫ്രിക്കൻ വനിത തന്റെ സ്വാഭാവിക മുഖം അവൾ കണ്ണാടിയിൽ നോക്കി ആ മുഖം കണ്ട അവൾ ആ കണ്ണാടി നിലത്തടിച്ച് പൊട്ടിച്ചു കളഞ്ഞായ കഥ ഞാൻ വായിച്ചു. രാത്രി പറയട്ടെ, നമ്മുടെ സ്വാഭാവിക മുഖം, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ നിലവാരം അറിയണമെങ്കിൽ വേദപുസ്തകമാകുന്ന കണ്ണാടിയിൽ ഒന്ന് നോക്കിയാൽ മതി, അത് തെളിഞ്ഞുക. അപ്പോ പത്രോസ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈ 6 പടികൾ നാം കടന്നേ തിരുവയും. അത് ആ പോയിന്റ്സുകൾ ഒന്നുകൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യട്ടെ. 1, പത്രോസ് ഉത്സാഹിയായിരുന്നു, 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. 2, അവൻ സമർപ്പിതനായിരുന്നു, 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. 3, അവൻ ദയനീയത സംവദിക്കുന്നവനായിരുന്നു, 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 4, അവൻ യേശുവിനെ അനുസരിക്കുന്നവനായിരുന്നു, 5-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 5-ാമത്തെ പോയിന്റ്, അവൻ യേശു ക്രിസ്തുവിനെ ആ അനുഗ്രഹം ലഭിച്ച പത്രോസ് അവൻ കൂട്ടാളികളെ മാടി വിളിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൂട്ടായ്മ മനോഭാവമുള്ളവനായിരുന്നു, 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. ലാസ്റ്റ് 1, അവൻ അനുതാപ ഹൃദയമുള്ളവനായിരുന്നു, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇന്ന് രാത്രിയിൽ ഒരു പുനർവിചിന്തനത്തിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എവിടെയാണ് നമ്മുടെ പരാജയം എന്ന് കണ്ടുപിടിച്ച് ഞാനും നിങ്ങളും ഒരു തിരുത്തൽ വരുത്തുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ചേലകൊണ്ടുവര സഭയിലുള്ള ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അവിടുത്തെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങളോട് സ്നേഹിക്കുന്ന പിതാവേ, എല്ലാ സമുദ്രയെ ഞങ്ങൾ നിർത്താതെ ഈ വലിയ കർത്താവ് ഞങ്ങൾക്ക് ഈ രീതിയിൽ കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പായിരിക്കുവാൻ കർത്താവെ അവിടുന്ന് ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വലിയ ക്രമിക്കാൻ ഞങ്ങൾ നിർത്താതെ കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പായിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു സന്തോഷം കർത്താവ്, ഇത്രയും വലിയൊരു ഭാഗ്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് തങ്ങളുടെ കർത്താവെ ക്രമിക്കാൻ നിർത്താതെ കർത്താവ് പ്രിയദാസനെ കർത്താവെ തന്നിലൂടെ കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ച വചനം കർത്താവെ എത്രയും മഹനീയമായിരുന്നു കർത്താവെ. പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവെ അവിടുത്തെ വാക്കനുസരിച്ചപ്പോൾ ഉണ്ടായ ആ വലിയ അനുഗ്രഹം ഞങ്ങൾ കേൾക്കുകയായിരുന്നു കർത്താവെ. അടികളുടെ ജീവിതത്തിലും കർത്താവെ അവിടുത്തെ വാക്കുകൾ കേട്ടുകൊണ്ട് കർത്താവെ വലിയൊരു അനുഗ്രഹമുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കർത്താവെ ഞങ്ങളെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ കർത്താവെ വലിയൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകാൻ കർത്താവെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥന. വാക്കുകൾ അനുസരിച്ചുകൊണ്ട് കർത്താവെ ആ കർത്താവെ വലിയ അനുഗ്രഹഭാരം ചുമക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥന. കർത്താവെ പ്രിയ സഹോദരൻ കർത്താവെ അവിടുത്തെ പ്രാർത്ഥന കർത്താവെ തന്നെ വീണ്ടും കർത്താവെ അളവറ്റ കൃപയാൽ കർത്താവെ അവിടുന്ന് പ്രിയ സഹോദരൻ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥന. തന്റെ യാത്രയിലെല്ലാം കർത്താവെ അവിടുന്ന് കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥന. കർത്താവെ ഒരിക്കൽ കൂടെ കർത്താവെ ഞങ്ങളെ സഭയെയും കർത്താവെ ഞങ്ങളെയും കർത്താവെ അവിടുന്ന് കർത്താവെ അളവറ്റ അനുഗ്രഹത്താൽ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥന. കർത്താവെ എല്ലാ പ്രാർത്ഥനയും യാചനയും കർത്താവെ തിരുമുമ്പാകെ അർപ്പിക്കുന്ന പ്രഭുവും സ്വർഗ്ഗപിതാവേ, ആമേൻ.